അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം വളരെ സന്തോഷത്തിലാണ് ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു പ്രയാസവും അല്ലാഹു തആല വിധിച്ചിട്ടില്ല. എന്നാൽ ലോകത്ത് ഒരുപാട് ദയനീയമായ, വളരെ പ്രയാസകരമായ, വളരെ വേദനിപ്പിക്കുന്ന ന്യൂസുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. 2-3 ദിവസങ്ങളായി ഇസ്രായേൽ ജയിലുകളിൽ കഴിയുന്ന 7000-ഓളം വരുന്ന ഫലസ്തീനികളായ മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്. കാരണം ആ 7000-ഓളം വരുന്ന ആ മോമിനികളെ കൊല്ലാൻ വേണ്ടി ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു തെറ്റിന്റെ പേരിലല്ല സഹോദരന്മാരെ, അവർ മോമിനികളായി ഫലസ്തീനികളായി എന്ന ഒരു കാരണത്തിന് വേണ്ടി അവർക്കുള്ള വീടുകളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി, അവർക്കുള്ള ജോലി സ്ഥലങ്ങളിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി 10, 15, 20 വർഷങ്ങൾ തടവിൽ ശിക്ഷയ്ക്ക് അർഹമാക്കിക്കൊണ്ട് നിരന്തരം ശിക്ഷിച്ചുകൊണ്ടേ ഇരുന്നു. ഈ സന്ദർഭത്തിലാണ് അവിടുത്തെ ഭരണകൂടം തീരുമാനിക്കുന്നത് എല്ലാവരെയും ശിക്ഷയ്ക്ക് വിധേയമാക്കിക്കൊണ്ട് എല്ലാവരും കൊല്ലുക, ഇനി ജീവനോടെ തിരിച്ചയക്കുന്ന പരിപാടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഇസ്രായേൽ ഭരണകൂടം തീരുമാനിച്ചിരിക്കുകയാണ്. മോമിനികളെ, ആ മോമിനികൾക്ക് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിരന്തരം എല്ലാ നിസ്കാരത്തിന് ശേഷവും ലോക മുഅ്മിനീങ്ങളുടെ സമാധാനത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ആ ഫലസ്തീനിൽ അവർക്ക് ഒരു സമയം 10 വർഷവും 15 വർഷവും 20 വർഷവും ജയിലറകളിൽ ഒരുപാട് യാതനകൾ, ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ട് ഇന്നിതാ അവർക്ക് ലോകം കാണാനില്ലാത്ത ഒരവസ്ഥയിൽ അവരെ കണ്ണിനെ ഇങ്ങനെ കെട്ടിയിട്ട് കണ്ണിനെ ഫുള്ള് മറച്ചുകൊണ്ട് അവരെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്നു. അവർ ആരോട് പറയുന്നു? അവർക്ക് വേണ്ടി നാം എന്ത് ചെയ്തു? നാം ഇവിടെ വളരെ സുഖത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു, നമുക്കൊരു ബോധമില്ല, നാം മുഅ്മിനീങ്ങളാണെന്ന് ബോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റേ മുഅ്മിനായ മനുഷ്യന് അവനിക്ക് എന്താണ് കൽബുന്യാനി, ഒരു കെട്ടിടം പോലെയാണ്. കെട്ടിടത്തിന്റെ ഓരോ പാർട്സുകളുള്ള കല്ലുകളെ പോലെയാണ് എല്ലാ മുഅ്മിനുകളും. ഒരു കല്ല് ഇളകിപ്പോയാൽ എല്ലാം ആ കെട്ടിടത്തിന് തന്നെ ഒരു തകരാറ് സംഭവിക്കുന്നത് പോലെയാണ് മുഅ്മിനീങ്ങളുടെ അവസ്ഥ. അതുപോലെ മുഅ്മിനീങ്ങളായ നാം ആ ഫലസ്തീനിൽ ദുരിതം അനുഭവിക്കുന്ന, കൊലക്ക് വേണ്ടി വിധിക്കപ്പെട്ട ആ മുഅ്മിനീങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അക്രമികളായ ആ ക്രൂരന്മാരായ ആളുകളുടെ ആ കുതന്ത്രത്തിൽ നിന്ന് അല്ലാഹു തആല മുഅ്മിനീകളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എവിടെയെല്ലാം ദുരിതങ്ങൾ അനുഭവിക്കുന്ന മുഅ്മിനീകളുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള എല്ലാ ദുരിതങ്ങളും മാറ്റി ആരാണോ അവരെ ശിക്ഷിക്കുന്നത്, ആരാണോ അവരെ ആക്രമിക്കുന്നത്, അക്രമികൾക്ക് തക്കതായ ശിക്ഷ അല്ലാഹു തആല ഇറക്കിക്കൊണ്ട് ഈ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. നാം അള്ളാഹുലേക്ക് മടങ്ങുക മുഅ്മിനീങ്ങളെ, അതല്ലാതെ കളിച്ചുകൊണ്ടും നിസ്കരിക്കാതെ ഇങ്ങനെ ജീവിക്കരുത്. അള്ളാഹുലേക്ക് ഫഫിറു ഇലല്ലാഹ്, അള്ളാഹുലേക്ക് മടങ്ങുക, അള്ളാഹുവിനോട് ചോദിക്കുക. പരീക്ഷകൾ നിങ്ങൾ ഉണ്ടാകും, അതുകൊണ്ട് നാം ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ സംരക്ഷണത്തിലാക്കി തരുമാറാകട്ടെ. ആ ഇസ്രായേൽ ജയിലറയിൽ നടക്കുന്ന ഫലസ്തീനികൾക്കെല്ലാം അല്ലാഹു തആല അവന്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അല്ലാഹു തആല മോചിപ്പിക്കട്ടെ. ശത്രുവിന്റെ മനസ്സിൽ നിന്ന് ആ ക്രൂരതയെല്ലാം അല്ലാഹു നീക്കി കൊടുക്കട്ടെ. ശത്രുവിനെ അല്ലാഹു പരാജയപ്പെടുത്തട്ടെ. ശത്രുക്കൾ എവിടെയെല്ലാം കുതന്ത്രങ്ങൾ നയിക്കുന്നുണ്ടോ അവർക്കുള്ള കുതന്ത്രത്തിൽ അവരെ തന്നെ അല്ലാഹു തആല നശിപ്പിക്കട്ടെ. അല്ലാഹുവേ, എല്ലാ അക്രമികളുടെ യാ ഖവിയ്യു യാ മതീൻ ഇഖ്ഫി ശർറ ളാലിമീൻ, യാ ഖവിയ്യു യാ മതീൻ ഇഖ്ഫി ശർറ ളാലിമീൻ, യാ ഖവിയ്യു യാ മതീൻ ഇഖ്ഫി ശർറ ളാലിമീൻ. ളാലിമീകളെ ശർറിനെ തൊട്ട് ശക്തനായ അല്ലാഹ്, നീ ളാലിമീകളെ പിന്നെ അവർക്കുള്ളതായ ശർറിനെ തൊട്ട് മുഅ്മിനീങ്ങളെ ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.